എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം നീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ്. പലർക്കും സ്വപ്നം എന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് അവരുടെ കഴുത്തിൽ അണിയാനായിട്ടുള്ള ആഗ്രഹമുള്ള മക്കള്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് പാരൻസോ വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ചോദിക്കും, വലുതായിട്ട് മോനെ എന്തായി തീരാനാണ് ആഗ്രഹം? പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കുട്ടികളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പലരും പറയുന്ന മനോഹരമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. എനിക്ക് കണ്ടക്ടർ ആകണം എന്നുള്ളൊരു ആഗ്രഹം. കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കണ്ടക്ടർ ആവണം? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. കുട്ടി പറഞ്ഞു, ഞാൻ കാണുന്ന എല്ലാ ആൾക്കാരും ഈ കണ്ടക്ടറിനാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കൊച്ചു മനസ്സില് പൈസ എല്ലാവരും ഒരു കണ്ടക്ടറിന് കൊടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഒരു കണ്ടക്ടർ ആവാനാണ്. അതേപോലെ പല ആഗ്രഹങ്ങളുമുള്ള നമ്മുടെ മക്കളുണ്ട്. കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് അവർക്ക് നമ്മൾ ബുദ്ധി ഉറക്കാന്നൊക്കെയും പറയും അല്ലേ. ആ സമയത്താണ് കുട്ടികള് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് ഐഡിയ വരുന്നത്. സ്കൂളുകളിൽ കരിയർ ഗൈഡൻസിന്റെ സെല്ലുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ പോയി അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കരിയർ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അഭിരുചി പരീക്ഷകളുണ്ട്. പല കുട്ടികളും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷ, അഭിരുചി പരീക്ഷ എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലാൻ എ, പ്ലാൻ ബി, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് കിട്ടും. ഈവൻ ഇന്ന് DMIT എന്ന് പറഞ്ഞിട്ടുള്ള വിരലടയാളം, നമ്മുടെ ഫിംഗർ പ്രിന്റ് എല്ലാം വെച്ചിട്ടുള്ള പലതരത്തിലുള്ള പുതിയ സാങ്കേതിക നൂതന വിദ്യകളിലൂടെ നമ്മളുടെ കരിയർ ഗ്രാഫ് ചാർട്ട് ചെയ്യാനായിട്ട് സാധ്യമാണ്. അതിന്റെ അക്യുറസിയെ പറ്റി ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ശാസ്ത്രീയമായിട്ടുള്ള പല രീതികള് ഇന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകള് അവലംബിക്കുന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് ഉള്ള അഭിപ്രായത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളോട് നമ്മളുടെ കഴിവുകളെ കുറിച്ചും നമ്മളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ് അനാലിസിസ്, നമ്മൾ SWOT കർവ് എന്നൊക്കെയും പറയും. അപ്പൊ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് ശാസ്ത്രീയമായിട്ട് നമ്മുടെ അഭിരുചി, ഇംഗ്ലീഷിൽ നമ്മൾ അഭിരുചി പരീക്ഷേനെ സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറയും. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വേറെയും അവരുടെ അഭിരുചി എന്ന് പറയുന്നത് വേറെയുമാണ്. അതെല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമായിട്ട് നമുക്ക് സാധ്യമാകുന്നത് ഒരു അഭിരുചി പരീക്ഷയിലൂടെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു നീറ്റ് പോലെയുള്ള പരീക്ഷകള് +1 +2 കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് എടുത്ത് ബയോളജി നല്ല രീതിയിൽ പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികള് ഇപ്പൊ നമുക്ക് കട്ട് ഓഫ് ഒക്കെ ഏറെക്കുറെ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് പ്രതീക്ഷിച്ച ഒരു മാർക്കിനെക്കാട്ടും കുറവാണ് എന്നുണ്ടെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യണോ? പല പാരൻസും ഫോൺ വിളിച്ചിട്ട്, മോൾക്ക് നീറ്റ് മാർക്ക് കുറവാണ്, സാറിന്റെ അഭിപ്രായത്തില് അവള് പറയുന്ന പോലെ ഒരു കൊല്ലം കളയേണ്ട ആവശ്യമുണ്ടോ? പെൺകുട്ടിയാണ്, കെട്ടിച്ചു വിടണം എന്നൊക്കെയാണ് പല പാരൻസും എന്നോട് പറയാറുള്ളൊരു കാര്യം. അതായത് ഏജിന്റെ ഒരു ഇഷ്യൂ. ഒരു കൊല്ലം വെറുതെ കളയണോ? ഒരു പാരന്റ് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അപ്പം എനിക്കതിൽ പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. നീറ്റിന് മാർക്ക് കുറവാണ്
എന്നാൽ നിങ്ങൾക്ക് നീറ്റ് ആഗ്രഹിച്ച് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥിനികളാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടി അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഞാൻ തൃശ്ശൂരുകാരനായതുകൊണ്ട് തന്നെ നമ്മളുടെ സുരേഷ് ഗോപി സാറ് എല്ലാവരും വന്ന് അദ്ദേഹത്തിനെ ട്രോളി അല്ലെ, എനിക്ക് തൃശ്ശൂർ വേണം, ഞാൻ തൃശ്ശൂരിങ് എടുക്കുക എന്നൊക്കെയും പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കൊല്ലം ആ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് അറ്റംപ്റ്റില് ആള് സക്സസ്ഫുള്ളായി. രാഷ്ട്രീയം പറയല്ല, ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ 100% പ്രൊഫഷണൽ ആയിട്ട് എഡ്യൂക്കേഷനും കരിയർ ഗൈഡൻസും മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു ടേക്ക് അവേ ഉണ്ട്. എനിക്ക് നീറ്റ് വേണം, ഞാൻ നീറ്റിങ് എടുക്കുക എന്ന് മനസ്സിൽ നമ്മൾ ശക്തമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നീറ്റ് എന്ന് പറയുന്ന റിപ്പീറ്റ് ബാച്ചിലേക്ക് സ്വാഗതം. അതാണ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിക്വയർമെന്റ്, ബേസിക് റിക്വയർമെന്റ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലാതെ നീറ്റ് സ്കോർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് 350 ഉണ്ടാ, കൊള്ളാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് സ്കോറിൽ 135 മാർക്കേ ഉള്ളൂ, വേണ്ട മോളെ നിനക്ക് പറ്റിയതല്ല എന്ന് പറയുന്ന പണ്ടത്തെ ക്ലീഷേ പരിപാടിയെല്ലാം ഇപ്പോ പല കുട്ടികളുടെയും റിസൾട്ട് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇതെല്ലാം റിസൾട്ട് അനാലിസിസ് എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ പോലെയുള്ള ഓരോ തരത്തിലുള്ള അനാലിസിസ് ആക്ടിവിറ്റിയാണ്, കേസ് സ്റ്റഡിയാണ്. അങ്ങനെ ഒരു കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ കഴിഞ്ഞ നീറ്റിന്റെ മാർക്കിനെ കുറിച്ച് നിങ്ങൾ ആദിമൂത്ത് വ്യാധി ആകുലപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്വാഗതം. രണ്ടാമത്തെ ഘട്ടം നിങ്ങളായിട്ട് ചർച്ച ചെയ്യാനുള്ളത്, നമ്മൾ ഒരു റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോച്ചിങ് സ്ഥാപനം എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോച്ചിങ് സ്ഥാപനം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ സ്ഥാപനത്തിലത്തെ സ്റ്റഡി മെറ്റീരിയല്, നമ്മളുടെ ആ സ്ഥാപനത്തിലത്തെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാതാപിതാ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനം ഗുരു എന്നുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ അധ്യാപകർ, നല്ല അധ്യാപകരുണ്ടാവുക എന്നുള്ളത് അത് ആ സ്ഥാപനത്തിന്റെ തന്നെ ഒരു നട്ടെല്ലാണ് അല്ലെ. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എനിക്ക് PhD ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും PhD എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡോക്ടറേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡോക്ടർമാരാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കുട്ടികളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റും. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പൊ അവരിലേക്ക് എത്രത്തോളം എനിക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധ്യമാണ് എന്നുള്ളത്, കുട്ടികളിലേക്ക് നമ്മൾ എത്രത്തോളം റിസപ്റ്റീവ് ആണ് എന്നുള്ളത്, അതെല്ലാമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കോച്ചിങ് സെന്ററുകളിലും അധ്യാപകരാവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ സ്ക്രീനിങ് ടെസ്റ്റ് കഴിയുമ്പോൾ അതിൽ മാർക്കുള്ള ആൾക്കാർക്കായിരിക്കും ഈ പറയുന്ന അധ്യാപക വൃത്തിയിലേക്ക് കടക്കാനായിട്ടുള്ള യോഗ്യത നിശ്ചയിക്കുക. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അവരുടെ ഒരു ക്ലാസ്, ഡെമോ ക്ലാസ് പോലെ കുട്ടികളുടെ മുമ്പിൽ റിയൽ ടൈം ആയിട്ട് അവർ ടോപ്പിക്കിൽ ക്ലാസ് എടുക്കുകയും കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് അധ്യാപകരെ നിശ്ചയിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കോച്ചിങ് സെന്ററിന് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. മിയർ റൈറ്റിംഗ് സംതിങ് ഇൻ ദ പേപ്പർ ഡസൻ മേക്ക് എനി സെൻസ്. അപ്പൊ ആ ഒരു സ്ക്രൂട്ടണി എന്ന് പറയുന്നത്, അധ്യാപകരെ
തെരഞ്ഞെടുക്കുന്ന ആ ഒരു സെലക്ഷൻ മെത്തേഡ് തന്നെ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് അത് ആ ഒരു അധ്യാപകൻ ആരാണോ ആ അധ്യാപിക ആരാണോ അവരെ എക്സിബിറ്റ് ചെയ്യുകയും അവരുടെ റിസൾട്ട് അവരെങ്ങനെയാണ് ആ കുട്ടികളെ അവര് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നതും അതുപോലെ കുട്ടികൾ എത്രത്തോളം റിസപ്റ്റീവ് ആണ് എന്നുള്ളതും മനസ്സിലാക്കണം. പലപ്പോഴും പല അധ്യാപകരും ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിജീവികളാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ നേച്ചർ ആയിരിക്കാം, ചിലപ്പോൾ ചില ചീത്ത പറയുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, പലതും ആയിരിക്കാം. അപ്പൊ റിസപ്റ്റീവ് ആയിട്ടുള്ള അധ്യാപകര് ഒരു സ്ഥാപനത്തില് എത്ര പേരുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോച്ചിങ് സ്ഥാപനം തെരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല അധ്യാപകര് ആരൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഫിസിക്സ് എടുക്കുന്ന അധ്യാപകർ ആരൊക്കെയാണ്, കെമിസ്ട്രി എടുക്കുന്ന അധ്യാപകർ ആരൊക്കെയാണ്, അതുപോലെ ബോട്ടണി എടുക്കുന്ന ആൾക്കാർ ആരാണ്, സുവോളജി എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇതൊക്കെയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതല്ലാതെ ഇപ്പൊ നീറ്റിന്റെ റിസൾട്ട് വന്ന മുറയ്ക്ക് മാത്സ് എടുക്കുന്ന അധ്യാപകരും നീറ്റ് കോച്ചിങ് സെന്ററിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മാത്തമെറ്റിക്കൽ അനാലിസിസ് ആണ് മെയിനായിട്ടും ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇതെല്ലാം ഫിസിക്സിൽ വരുന്നുണ്ട്. അതുപോലെ കെമിസ്ട്രിയിൽ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണക്കുകൾ വരുമ്പോൾ മാത്സ് പാർട്ട് താല്പര്യമില്ലാതെ പ്ലസ് 1 പ്ലസ് 2 മാത്സ് വേണ്ട ബയോളജി എന്ന് പറഞ്ഞു വരുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ആദ്യം ഈ ഒരു നീറ്റ് കോച്ചിങ്ങിലേക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ അവരുടെ മാത്സ് പാർട്ടാണ് ഏറ്റവും സ്ട്രോങ് ആവേണ്ടത്. അനാലിറ്റിക്കൽ സ്കില്ലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവണ്ടേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ കോച്ചിങ് സെന്ററിലുള്ള അധ്യാപകരും ആ അധ്യാപകരുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത്. മറ്റുള്ള ഒരു വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവും. സാധാരണയായിട്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി തന്നെ നമുക്ക് നോക്കാം. അവിടെ പഠിച്ച വിദ്യാർത്ഥികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറുമാരെ കുറിച്ചൊക്കെ ചോദിക്കാം, അല്ലെ, എങ്ങനെയുണ്ടാ സാറ് പഠിപ്പിക്കുന്നത്, നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ആ സ്ഥാപനത്തില് നമുക്ക് ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി നേച്ചർ ആണോ ഉള്ളത് എന്നുള്ളത്. അല്ലാതെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന റോബോട്ട് കുട്ടികളാണ്, ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, ആ രീതിയിൽ തന്നെ പോണം എന്ന് പറയുന്നത് ഒരു പരിധി വരേക്കും ഓക്കെ ആണെങ്കിൽ പോലും അങ്ങനെ വേണ്ട ഒരു പ്രഷർ കുക്കർ മോഡലിലൂടെയല്ല, നമ്മൾ ഫിൻലാൻഡ് മോഡൽ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് മോഡലാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആണോ എന്നുള്ള ഒരു കാര്യം. ആംബിയൻസ് വേറെ, സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് വേറെയാണ്. അതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി നേച്ചർ ആണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ സഫോക്കേറ്റ് ചെയ്തിരിക്കുന്ന ജീവിതം നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഹാപ്പിയായി സന്തോഷത്തോടു കൂടി പഠിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അടുത്ത കാര്യമാണ്, അതായത് മൂന്നാമത്തെ കാര്യമാണ് ആ ക്യാമ്പസിലത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ആ ക്യാമ്പസിലെ റീഡിംഗ് ക്യൂബിക്കിൾ ഉണ്ടോ, നമുക്ക് പഠിക്കാനായിട്ട് മാറിയിരുന്ന് പഠിക്കാനായിട്ട് ഒരു പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡിംഗ് ക്യൂബിക്കിളിൽ പോയി വളരെ കോൺസെൻട്രേഷനോട് കൂടി എനിക്ക് കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ. അവിടെ റെസിഡൻഷ്യൽ ഫാക്കൽറ്റീസിന്റെ സേവനം ലഭ്യമാണ്. അപ്പൊ റെസിഡൻഷ്യൽ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ക്ലാസ് അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഒരു കുട്ടിക്ക്, ബയോളജി കുട്ടിക്ക് ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അറിയില്ല. അപ്പോൾ അവിടെ ഒരു ഫിസിക്സ് അധ്യാപകൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫിസിക്സിലുള്ള ഇന്റഗ്രേഷനൊക്കെ എന്താണ് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫെസിലിറ്റീസ്, റീഡിംഗ് ക്യൂബിക്കൽ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റിയാണ്. അതേപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലേഡീസ് ഹോസ്റ്റലും ജെൻസ് ഹോസ്റ്റലും, അതുപോലെ തന്നെ അവർക്ക് വിശ്രമ മുറികള്, പിന്നെ ലൈബ്രറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെ. നമുക്ക് നല്ല തരത്തിലുള്ള കുറേ പുസ്തകങ്ങള്, റെഫറൻസ് ബുക്കുകൾ ആവശ്യമാണ്.
അപ്പൊ ആ റെഫറൻസ് ഇനത്തിലുള്ള ബുക്ക് മെറ്റീരിയൽസ്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ന്യൂ മില്ലേനിയം പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഫിസിക്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ എനിക്കൊരു വിധം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. ബുക്ക് പ്രൊമോട്ട് ചെയ്യല്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗോ ത്രൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നല്ല മെറ്റീരിയൽസ്, അതുപോലെ ആ ബുക്കിന്റെയൊക്കെ വില പറയുകയാണെങ്കിൽ ഏകദേശം 1500 രൂപയാണ്. അപ്പൊ റെഫറൻസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ എനിക്ക് ലൈബ്രറിയിൽ അങ്ങനെ ഒരു ബുക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് ഗോ ത്രൂ ചെയ്യാനായിട്ട് അത്തരത്തിലുള്ള ബുക്കിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെയും അവൈലബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫെസിലിറ്റീസ് ആണ്. അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസിലിറ്റീസിൽ പിന്നെയും പലതും പറയാം. ഇനിയിപ്പോ ഹോസ്റ്റലിൽ അല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോവാനായിട്ടുള്ള ട്രാവലിങ്ങിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അങ്ങനെ പലതും ഉണ്ട് ഇല്ലേ. ഈവൻ അവിടെ നല്ല കുടിവെള്ളം, നല്ല ക്വാളിറ്റി ഉള്ള വെള്ളം, വാട്ടർ സപ്ലൈ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരും. ഇപ്പൊ തമിഴ്നാട്ടിലേക്കും പഠിക്കുന്ന കുട്ടികൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, അത് കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികൾ മുടി കൊഴിയുന്നുണ്ട്, വെള്ളം ഹാർഡ് വാട്ടർ ആണെന്ന് കയറി. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ്. ഇനി അവർക്ക് ഇന്റർനെറ്റ് വൈഫൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അതൊരു ഫെസിലിറ്റിയാണ്. അങ്ങനെ ഇൻവെർട്ടർ ഉണ്ട്, കറണ്ട് പോവില്ല, ലൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ചില സ്ഥലങ്ങളിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിയായി കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങണം, ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല, കറണ്ട് ബില്ല്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് എപ്പോ വേണമെങ്കിലും ലൈറ്റ് ഇട്ട് പഠിക്കാൻ പറ്റും. അതൊരു ഫെസിലിറ്റിയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടായി, നമുക്ക് ഈ പറയുന്ന പോലെ ടീച്ചേഴ്സ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ. ഓൾറെഡി നമ്മൾ ആ ഫെസിലിറ്റീസിന്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ. റെസിഡൻഷ്യൽ ഫാക്കൽറ്റീസിന്റെ കാര്യം ഞാൻ ഫെസിലിറ്റീസിലാണ് പെടുത്തിയത്. ഇതല്ലാതെ നമുക്ക് എന്തുണ്ടാവും, കുറച്ച് കുട്ടികൾക്കായിട്ടുള്ള മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? പലർക്കും കോച്ച് ആരാണ്, മെന്റർ ആരാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. മെന്റർ എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് അവരുടെ കയ്യിൽ ഉണ്ടാവണം. ആ കുട്ടിക്ക് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും. കഴിഞ്ഞ 6 മാസം അവർ കഴിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും തരത്തിൽ തല കറങ്ങി വീഴുന്ന ഹാബിറ്റോ അല്ല, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും ഇല്ലേ. അങ്ങനത്തെ രീതികൾ, ഹാബിറ്റ് അല്ല, അങ്ങനെയുള്ള പല ഇഷ്യൂസ് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെൻറ്റർ ചെയ്ത കുട്ടിക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ്റെ അസുഖമാണ്. അപ്പൊ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതേപോലെ പലതരത്തിലുള്ള ഒരു ഇഷ്യൂസും അവരെ മനസ്സിലാക്കാനും അവരെ ടേക്ക് കെയർ ചെയ്യാൻ, അതായത് നമ്മള് പാരൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വിഷമങ്ങൾ ചിലപ്പോൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അവർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ മെന്ററിന് അനുവർത്തിക്കാൻ പറ്റും. അപ്പോൾ അവര് അത്രത്തോളം നമ്മളായിട്ട് എന്തുണ്ടാവും, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവര് ഓപ്പൺ അപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കണ്ടീഷനായിരിക്കും. ഞാൻ റിസൾട്ടിനെ കുറിച്ച് പറയുന്ന കണ്ടീഷൻ വരുന്നത് കുറച്ച് അവസാനമാണ്. പലരും പറയും കൂണുപോലെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടല്ലോ, കുറെ കുട്ടികൾ പോകുന്ന കോച്ചിങ് സെന്ററുകളുണ്ട്. അതാണ് താല്പര്യം. കുറെ കുട്ടികൾ ക്രൗഡഡ് ആയിട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കുറെ കുട്ടികളുണ്ട് എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനാണ്. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജാക്കറ്റ് പേജിൽ വരുന്ന സ്ഥാപനങ്ങളിലേക്ക് പോവാം. യു ആർ ഓൾവേസ് വെൽക്കം. അത് ഓരോ ഡയമെൻഷനാണ് അല്ലെ. ഇനി ചില ആൾക്കാരുണ്ടാവും അവരുടെ നാട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് പോയി വരുന്ന രീതിയിൽ മോനും മോളും പഠിച്ചാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള പാരൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാരന്റിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ ആ പാരന്റ് പറഞ്ഞിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് ആകെ കൂടി 2 പിള്ളേരേ ഉള്ളൂ, ഞാൻ മരിക്കണ വരെ എനിക്ക് എൻ്റെ കൺമുമ്പിൽ അവരുണ്ടാവണം. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് ദൂര സ്ഥലത്തൊന്നും വിട്ട് ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് എൻ്റെ മക്കളെ ഞാൻ മരിക്കുന്ന, എൻ്റെ കണ്ണടയുന്ന കാലം വരെ കാണണം. അപ്പൊ ഞാൻ കളിയാക്കി ചോദിച്ചു, അല്ല മോൾക്ക് കല്യാണം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
കെട്ടിയവന്റെ വീട്ടിലേക്ക് പോണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ സാധു മനുഷ്യന്റെ കണ്ണുകള് നനഞ്ഞു. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇനി കുറെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. അധികം ക്രൗഡൊന്നും വേണ്ട, എനിക്ക് മനസമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കണം. കുറച്ച് ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്തുണ്ടാവും, ടീച്ചേഴ്സിന് കൂടുതൽ കെയർ ഉണ്ടാവും എന്നുള്ള ചിന്താഗതി. കൂടുതലുള്ള സ്ഥലത്തും ടീച്ചേഴ്സിന് കെയർ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറെ പേരൻസ് ഉണ്ട്. അധികം ആൾക്കാർ വന്നിട്ട് ആകെ ഒരു ഹറിബറി ആവണ്ട, അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ട്. അപ്പൊ ആ ചിന്താഗതിയുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവര് റിസൾട്ടിനേക്കാൾ കൂടുതൽ കാണുന്നത് അവർക്ക് കുറവ് കുട്ടികളുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി കുട്ടിക്ക് റിലാക്സ്ഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഈ ഫാക്കൽറ്റീസിന്റെ ഒരു കെയർ അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ക്ലാസ്സിൽ ഒരു 60 പിള്ളേർ ഇരിക്കുന്നതും ക്ലാസ്സിൽ ഒരു 30 പിള്ളേർ ഇരിക്കുന്നതും ക്ലാസ്സിൽ ഒരു 150 പിള്ളേർ ഇരിക്കുന്നതും എൻ്റെ ഡിഫറെന്റ് ആണ് അല്ലെ. അധ്യാപകരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിപ്പിക്കുമ്പോൾ 100-ൽ കൂടുതൽ പിള്ളേർ ഇരിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാ, ഓളിടുമ്പോ തൊണ്ട പൊട്ടിപ്പോവും അല്ലെ. നേരെ മറിച്ച് കുറച്ച് കുട്ടികളുള്ള സ്ഥലങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് അല്ലെ. അപ്പം ആ രീതിയിൽ താല്പര്യമുള്ള വേറെയും ചില പാരൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് കുട്ടികളൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ എന്നാ അവരുടെ ഫണ്ടും നോക്കും ചില ആൾക്കാർ കേട്ടോ. ചില ആൾക്കാർ നോക്കും, ചില സ്ഥലങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പൈസ പറയും. നേരെ മറിച്ച് ചില സ്ഥലങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടീനെ കൊണ്ടുപോവാ, ഇവിടെ ഒരു പരീക്ഷ എഴുതിയിട്ട് നോക്കാം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലത്തെ കുട്ടിയുടെ റിസൾട്ട് എന്താന്ന് നോക്കാം. ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എമൗണ്ട് പറയാം. ചിലവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവണ വ്യവസ്ഥകളിലേക്കും ഫീസ് അടയ്ക്കാൻ വേണ്ടി പറയുന്നത് കൊണ്ട് വലിയ ബർഡൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന പാരൻസ് പലരും തവണ വ്യവസ്ഥകൾ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവരുടെ സാമ്പത്തിക സ്ഥിതിയാണ്, ഇതെല്ലാം ഓരോ ഘടകങ്ങളാണ് ഏത് കോച്ചിങ് സെന്ററിൽ കുട്ടി ചേരണം എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ ഏത് കോച്ചിങ് സെന്ററിൽ ചേർന്നാലും കുട്ടിയാണ് പഠിക്കേണ്ടത് അല്ലെ. അപ്പം അധ്യാപകർ പഠിപ്പിച്ചു തരും, നല്ല സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവും, എങ്കിൽ പോലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായി അത് ഫോളോ അപ്പ് ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പം ഏത് കോച്ചിങ് സെന്ററിൽ നിങ്ങൾ ചേർന്നാലും അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും, ആ ടൈം ടേബിളിൽ കൂടെ പൊക്കോ, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ വേറെ അറ്റ്ലീസ്റ്റ് 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫിസിക്സ് എന്ന് പറയുന്നത് കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ്, റീറീഡ് ആൻഡ് റിപ്പീറ്റ് യുവർ റീഡിങ്, അണ്ടർലൈൻ ദ കോൺസെപ്റ്റ്, ഗോ ത്രൂ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയണം വേറെ ആളുടെ അടുത്ത്. പക്ഷെ ആ മനസ്സിലായിട്ടുള്ളത് ആയിരിക്കില്ല അതിന്റെ ശരി. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കണം. ഫിസിക്സ് പഠിക്കേണ്ട രീതി അതാ. CBSE സ്കൂള് ഒരു സ്കൂളാണ്, സ്കൂളിന്റെ പേര് ഞാൻ പറയാൻ പാടില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 16-ാം തീയതി എന്ന് പറഞ്ഞൊരു ഡെഡ് ലൈൻ കൊടുത്തേക്കാണ്. നവംബർ 16-ാം തീയതി എന്ന് പറയുന്ന ഡെഡ് ലൈനിൽ നിർബന്ധമായിട്ടും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ടീച്ചർമാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു തിയറി ആദ്യം തന്നെ എടുത്തു തരും, പിന്നീട് നമ്മൾ റിവിഷൻ സമയത്ത് പ്രോബ്ലംസ് ചെയ്യും. പക്ഷെ പിന്നീട് റിവിഷൻ സമയം ഉണ്ടായിരുന്നില്ല, പ്രോബ്ലം ചെയ്തില്ല. കുട്ടികളുടെ കാര്യം വളരെ പതറ്റിക് കണ്ടീഷനായിരുന്നു. അപ്പൊ ഫിസിക്സ് പഠിക്കേണ്ട രീതി അതല്ല. ഞാൻ ഏതൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 2-3 ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സ് പഠിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അടിവരയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ ആണ് ഫിസിക്സ് പഠിക്കേണ്ടത്. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് ഫിസിക്സിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ.
ഇനിയും വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന പാരന്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാരന്റ് ഒരു കോച്ചിങ് സെന്ററിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ കോച്ചിങ് സെന്റർ നല്ല കോച്ചിങ് സെന്റർ ആയിട്ടല്ല ഞാൻ ഈ കോച്ചിങ് സെന്ററിൽ എൻ്റെ കുട്ടീനെ ജോയിൻ ചെയ്യിപ്പിച്ചത്. ബാങ്കിലത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിങ്ങളുടെ സ്ഥാപനമുള്ള കാരണം കൊണ്ട് എനിക്ക് കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ സൗകര്യം ഈ കോച്ചിങ് സെന്റർ റോഡ് സൈഡിലായതുകൊണ്ടാണ്. അങ്ങനെ വരെ പറയുന്ന പേരൻസിനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ഐഡിയാസും മൈൻഡ് സെറ്റും വെച്ചിട്ടുള്ള പാരൻസും കുട്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ ചിലവർ പറയുന്ന വിചിത്രമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അവളും അവനും അവിടെ പോകുന്നു, അവരെന്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ചങ്ക് ബ്രോയാണ് അല്ലേ, ഇപ്പൊ അങ്ങനത്തെ ഭാഷയൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാനത് അത്ര അധികം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പഠിക്കാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും തനിക്കെന്തിൻ്റെ ഇതാ, ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാനാണ്, ഒരേ തൂവലുള്ള പക്ഷികൾ ഒന്നിച്ചു പറക്കുന്നു എന്നൊക്കെയും പറയും. പക്ഷെ പഠനത്തില് അങ്ങനെ തൂവലും പക്ഷിയൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അധ്യാപകരുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സുകൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ നോക്കാം. ഒരിക്കലും റിസൾട്ട് അങ്ങനെയാണ് എന്ന് പടം കണ്ടിട്ട് പോവാതിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിപ്പിക്കുന്ന അധ്യാപകര്, അവരുടെ ക്വാളിറ്റി, ഫെസിലിറ്റീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലിന്റെ ക്വാളിറ്റി, പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെന്ററിങ്ങിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി, അതുപോലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആട്രിബ്യൂട്ട് ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് നോക്കുക. ഓഫ് കോഴ്സ് റിസൾട്ട് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പാർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാനായിട്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു സെലക്ഷനിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പറാണ് 9188142143 9188 142 143. തീർച്ചയായിട്ടും ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ഗുഡ് ലക്ക് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.